നമസ്കാരം. സിനിമാ മേഖലയിലെ സമരത്തോട് യോജിപ്പില്ലെന്ന് ബിഗ് ബോസ് തേജാവും സംവിധായകനുമായ അഖിൽ മാരാർ. പണ്ട് മുതൽ തന്നെ സമരം, ഹർത്താൽ എന്നിവയോട് യോജിപ്പില്ലാത്ത വ്യക്തിയാണ് ഞാൻ. പക്ഷെ നമുക്ക് പ്രാക്ടിക്കലായ ഒരു പരിഹാര മാർഗം ഉണ്ടാകണം. ഇവിടെ നിർമ്മാതാക്കളുടെ സംഘടന ഉന്നയിക്കുന്ന വിഷയം യാഥാർത്ഥ്യമാണ്. ഒരുപാട് നിർമ്മാതാക്കളും നിക്ഷേപകരും മലയാള സിനിമയിൽ പണം മുടക്കിയിട്ട് വലിയ പ്രശ്നങ്ങളിൽപ്പെട്ട് കിടക്കുന്നുണ്ടെന്ന് അദ്ദേഹം പറയുന്നു. ഈ പ്രതിസന്ധിയുടെ എല്ലാം കാരണം താരങ്ങൾ മാത്രമാണെന്ന് പറയുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ബിഗ് ബ്രദർ എന്ന് പറയുന്ന ചിത്രം പ്രത്യക്ഷത്തിൽ തിയേറ്ററിൽ വലിയ പരാജയമായിരുന്നു. എന്നാൽ മോഹൻലാൽ എന്ന് പറയുന്ന ഒരു ഫാക്ടർ ഉണ്ടായിരുന്നത് കൊണ്ട് ആ സിനിമ 20 കോടിയുടെ ലാഭമുണ്ടായിരുന്നു. അതിൻ്റെ നിർമ്മാതാക്കളിൽ ഒരാൾ എൻ്റെ അടുത്ത സുഹൃത്തായതുകൊണ്ട് ഇക്കാര്യം അറിഞ്ഞു. തിയേറ്ററിൽ പൂർണ്ണമായും പരാജയപ്പെട്ട സിനിമയ്ക്ക് 20 കോടിയോളം റിട്ടേൺ ലഭിക്കാനുണ്ടായ കാരണം അന്നത്തെ സാറ്റലൈറ്റ് ഓവർസീസ് OTT മൂല്യമാണ്. അതിന് കാരണക്കാരനായ മോഹൻലാലിന് ഇത്രയും രൂപ നമുക്ക് കൊടുക്കാൻ പറ്റും. രണ്ട് കാര്യമുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ ആ നടനെ വെച്ച് സിനിമ എടുക്കണ്ട. രണ്ടാമത്, നിങ്ങൾക്ക് ആ നടനെ വെച്ച് സിനിമ എടുക്കണമെങ്കിൽ അദ്ദേഹം അർഹിക്കുന്ന ഒരു മൂല്യമുണ്ട്. അത് അയാൾ പറയുന്ന മൂല്യമായിരിക്കില്ല, അർഹിക്കുന്ന മൂല്യമായിരിക്കുമെന്നും അഖിൽ മാരാർ പറയുന്നു. ബേസിൽ ജോസഫിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ, അയാളുടെ കഴിഞ്ഞ സിനിമകളിൽ പലതും ഹിറ്റാണ്. ഏതൊരു ആക്ടറുടെയും ഇൻപുട്ട് കളക്ഷനിൽ ഉണ്ടാക്കുന്ന ആദ്യത്തെ 3 ദിവസം മാത്രമാണ്. 4-ാമത്തെയും 5-ാമത്തെയും ദിവസം മുതൽ കളക്ഷൻ വരുന്നുണ്ടെങ്കിൽ അത് ആ സിനിമയുടെ വിജയമാണ്, ടോട്ടലാലിറ്റിയുടെ വിജയമാണത്. എന്നാൽ നേരത്തെ പറഞ്ഞതുപോലെ ആദ്യത്തെ 3 ദിവസം കളക്ഷൻ ഉണ്ടാകുന്നത് ലീഡ് ചെയ്യുന്ന ആക്ടർ തിയേറ്ററിലേക്ക് പുൾ ചെയ്യുന്ന ആളുകളാണ്. ഇന്ന് OTTയും സാറ്റലൈറ്റും ഒന്നുമില്ല. അതുകൊണ്ടാണ് നിർമ്മാതാക്കൾ വലിയ പ്രതിസന്ധിയിലേക്ക് പോയത്. ഒരു നടനെ വെച്ച് സിനിമ എടുക്കുമ്പോൾ ആ നടനെ കൊണ്ട് തിരിച്ചു കിട്ടുന്ന റിട്ടേൺ എത്രയുണ്ടെന്ന് നോക്കി അതിൻ്റെ 5-1 അയാൾക്ക് നൽകുക. അതായത് ഒരു സിനിമയിൽ ഇന്ന നടൻ അഭിനയിച്ചു കഴിഞ്ഞാൽ 5 കോടി രൂപ കിട്ടുമെങ്കിൽ മിനിമം 1 കോടി രൂപ അദ്ദേഹത്തിന് നൽകുക. ആ സിനിമ കൂടുതൽ ലാഭത്തിലേക്കാണ് പോകുന്നതെങ്കിൽ തിയേറ്റർ ഷെയറോ മറ്റ് ബിസിനസ് ഷെയറുകളോ കൊടുക്കാവുന്നതാണ്. ഇത്തരം പരിഹാര മാർഗങ്ങളാണ് വേണ്ടത്. കാറടച്ച് വെടിവെച്ച് വലിയ ബഹളമുണ്ടാക്കിയിട്ട് കാര്യമില്ല. ഈ നിർമ്മാതാക്കളൊന്നും സിനിമ ചെയ്യുന്നില്ല. അതുകൊണ്ട് അവരെ തള്ളിക്കളയാമെന്ന വാദത്തോടും എനിക്ക് യോജിപ്പില്ല. എന്ത് പ്രശ്നത്തിനും പരിഹാരമാണ് വേണ്ടതെന്ന് അഖിൽ മാരാർ പറയുന്നു. ന്യൂസ് ഡെസ്ക്, റീലോഡ്.